ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന ഒരു ദിവസം നിങ്ങൾ ദേവിയെ വിളിച്ചാൽ, ഭദ്രകാളിയെ വിളിച്ചാൽ, അങ്ങനെ വിളിച്ചവരെല്ലാം വളരെ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വളരെ സമ്പന്നരായിട്ടുണ്ട്. അത്ഭുതകരമായ ഒരു കാര്യം. അത് ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽ പെട്ടാൽ നിങ്ങളുടെ സമയം മാറാൻ സമയമായി, നിങ്ങളുടെ ജീവിതം മാറാൻ സമയമായി എന്നതിന് യാതൊരു സംശയവും വേണ്ട. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ വീഡിയോ കണ്ണിൽപ്പെടുത്തുള്ളൂ, ഇത് കാണാനും തോന്നത്തുള്ളൂ. അപ്പം അതിനകത്ത് യാതൊരു സംശയം വേണ്ട. ഉറപ്പിച്ചു, നിങ്ങളുടെ ജീവിതം ഇനി മുതൽ മാറ്റാൻ, നല്ല രീതിയിൽ മാറാനുള്ള ഈശ്വരൻ തരുന്ന ഒരു സൂചനയാണ് ഈ വീഡിയോയിൽ പറയുന്ന അറിവ്. ഇത് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഉണ്ട് ആ ദിവസം. ഞാൻ പറയുന്ന പ്രത്യേക ദിവസം നിങ്ങൾ ഭദ്രകാളി അമ്മയെ ഞാൻ പറയുന്ന രീതിയിൽ, ഒരു പ്രത്യേക രീതിയിലാണ്, അതായത് ഒരു പ്രത്യേക രീതിയിൽ അമ്മയെ വിളിക്കുന്നത്. ആ രീതിയിൽ വിളിച്ചാൽ നിങ്ങളുടെ സർവ്വ പാപങ്ങളും തീരുവാനും, വശ്യമുണ്ടാകാനും, ധൈര്യമുണ്ടാകാനും, തൊഴിൽ വിജയം ഉണ്ടാകാനും, അപാരമായ സമ്പത്ത് ഉണ്ടാകാനും ഉപകരിക്കും. ഇത് ആരും, നിങ്ങൾ വീഡിയോ കേൾക്കുമ്പോൾ മനസ്സിലാവും, ആരും പറഞ്ഞു തരാത്ത കാര്യമാണ്. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇനി ഇത് കഴിഞ്ഞ ആരെങ്കിലും ഇത് പറയുമെന്ന് എനിക്കറിയില്ല. അത് വീഡിയോ ഡേറ്റ് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇതുവരെ ആരും പറഞ്ഞു തരാത്ത ഒരു കാര്യമാണ് ഈ രഹസ്യവിദ്യ. ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടത്തില്ല. ആരുടെയൊക്കെ എന്തൊക്കെ നമ്മൾ എത്ര നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിച്ചാലും കിട്ടാൻ ദുർലഭമായ ഒരു അതീവ രഹസ്യമായ ഒരു വിദ്യയാണ്. 1 രൂപ ചെലവില്ലാതെ ചെയ്യാം, വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം, എവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാം. അങ്ങനെയുള്ളൊരു വിദ്യയാണ് ഇത്. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റം നടക്കാൻ പോകുന്നു എന്നുള്ളൊരു സൂചനയാണ്. ജീവിതം ഇതാ മാറാൻ പോകുന്നു എന്നുള്ള സൂചനയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യണം, ശരിയായിട്ട് ചെയ്യണം. അപ്പൊ ഞാൻ ആദ്യം പറയാം, ഏതൊരു പ്രാർത്ഥന ചെയ്താലും, ഏതൊരു വഴിപാട് ചെയ്താലും, അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കഴിഞ്ഞ കാലം അങ്ങ് മറക്കണം. കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളെല്ലാം മറക്കണം. ആ വഴിപാട് ചെയ്യുന്ന സമയമെങ്കിലും, അല്ലെ പ്രാർത്ഥിക്കുന്ന സമയമെങ്കിലും, അതിനുശേഷം നമ്മൾ ആ ചെയ്യുന്ന വഴിപാടല്ല പ്രാർത്ഥനയിൽ അതിൽ പൂർണ്ണമായിട്ടും മനസ്സ് ചെല്ലണമെങ്കിൽ അത്രയും നേരത്തെങ്കിലും കഴിഞ്ഞ കാലം മറക്കണം. കഴിഞ്ഞ കാലവും മറക്കണം, ഭാവിയെക്കുറിച്ചുള്ള ചിന്തയും മറക്കണം. എന്നിട്ട് വേണം പ്രാർത്ഥിക്കാൻ, ഈ വിദ്യ ചെയ്യാൻ. അത് ഏത് വഴിപാടാണെങ്കിലും ഏത് പ്രാർത്ഥനയാണെങ്കിലും. എന്നിട്ട് ചെയ്തു കഴിഞ്ഞ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഈ കാര്യം കൂടെ ശ്രദ്ധിക്കണം. നിങ്ങൾക്കത് ഫലം കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ ചെയ്തവർക്കൊക്കെ ഫലം കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ ഇന്ന് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ കേൾക്കണം. കാരണം ഇത് എത്ര നിങ്ങൾ ലക്ഷങ്ങൾ കൊടുത്താലും എവിടൊക്കെ പോയാലും കിട്ടാത്ത കാര്യമാണ്, യാതൊരു സംശയം വേണ്ട. കാരണം ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രയോജനപ്പെടുന്ന, ഒരുപാട് ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങൾ, അതാണ്. ആർക്കും അങ്ങനെ പറഞ്ഞു തരാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പം ഞാനത് പറഞ്ഞു തരാൻ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കും. ഞാൻ ആ ശിവ പരമ്പരയിൽ നിന്ന്, ആ പരമ്പരയുടെ ഭാഗമാണ്, നാദാ പരമ്പരയുടെ ഭാഗമാണ്. എനിക്കത് പറഞ്ഞു തരാൻ പറ്റും. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ചുമ്മാ കയറി ആർക്കും പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒന്നുകൂടെ പറയുന്നു, വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. ഇത് വേറെ എങ്ങൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇതിനെല്ലാം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു ദിവസം, അത് ഏത് ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതെല്ലാ മാസവും ഉണ്ട്, എല്ലാ മാസവും ഉണ്ട്. ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ ദിവസം നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ ഭദ്രകാളിയമ്മയെ വിളിച്ചാൽ ആർക്കും വിളിക്കാം, എവിടെ ഇരുന്നുകൊണ്ടും വിളിക്കാം. നിങ്ങൾ ചെയ്യുന്ന വിദ്യ നിങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആരും അറിയത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ഭദ്രകാളിയമ്മ ഞാൻ ഈ പറയുന്ന രീതിയിൽ വിളിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അതോടുകൂടി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദ്യം, അല്ലെങ്കിൽ വലിയ സമ്പന്നരായവരുണ്ട്. അതോടൊപ്പം ഞാൻ പറഞ്ഞില്ല, ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് തോന്നിയാൽ തന്നെ നിങ്ങളുടെ ജീവിതം മാറാൻ സമയമായി എന്നുള്ളത് ഉറപ്പാണ്. അല്ലാത്തൊരു ഈ വീഡിയോ കണ്ണിപ്പെടത്തില്ല, ഈ വീഡിയോ കാണാനും തോന്നത്തുമില്ല. ഇങ്ങനെ ഒരു കാര്യം ഇത് കണ്ടിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. ഇത് കണ്ടു കഴിയുമ്പോഴല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം അത് കഴിഞ്ഞ് പിന്നെ നിങ്ങളത് മനസ്സിലാവുമ്പോൾ നിങ്ങൾ തന്നെ ചെയ്യും. അപ്പം നിങ്ങളുടെ ജീവിതം മാറാൻ സമയമായി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഞാനത് പറഞ്ഞു തരാം. അതായത് രാവിലെ എഴുന്നേറ്റ് നമ്മൾ കിടക്കപ്പായി ഇരുന്നുകൊണ്ട് ചെയ്യാം, പടിഞ്ഞാട്ടിരുന്നുകൊണ്ട് ചെയ്യുക. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു കറുത്ത പ്രകാശം ധ്യാനിക്കുക. കറുത്ത പ്രകാശം. ഈ കറുത്ത പ്രകാശം ഭദ്രകാളിയാണെന്ന് ഉറപ്പിച്ച് ഓം ഐം ക്ലേം സൗ ഹ്രീം ഭദ്രകാളിയെ നമഃ എന്ന് ജപിക്കുക. ഹായാണ്, ഹ്രീം ക്രീം എന്ന് ജപിക്കരുത്. ഓം ഐം ക്ലേം സൗ
ഹ്രീം ഭദ്രകാളിയെ നമഃ. അങ്ങനെ തന്നെ ജപിക്കണം. പറയുന്നത് അതുപോലെ കേൾക്കുക. കറുത്ത പ്രകാശം ഹൃദയത്തിൽ സങ്കല്പിച്ച കണ്ണടച്ച് വാ കൊണ്ട് ഒരു തവണ ജപിക്കുക. എന്നിട്ട് ആ കറുത്ത പ്രകാശത്തെ അല്പനേരം ലയിച്ച്, അത് ഭദ്രകാളിയാണെന്ന് ഉറപ്പിച്ച് സെക്കൻഡുകൾ മതി അത് ലയിച്ചൊന്നിരിക്കുക മനസ്സുകൊണ്ട്. മിനിറ്റുകൾ പോലും ചെയ്യേണ്ട, സെക്കൻഡുകൾ അല്പനേരം ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾ സെക്കൻഡുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഒരു സെക്കൻഡ്, അങ്ങനെ ഒരു 10-15 സെക്കൻഡ് മതി. മനസ്സിലായില്ലേ? ഇനിയും അതിനുശേഷം നീലപ്രകാശം ഹൃദയത്തിൽ സങ്കല്പിക്കുക. ഒരു നീലപ്രകാശം സങ്കല്പിച്ച് അത് ഭദ്രകാളിയാണെന്ന് ഉറപ്പിച്ച് അമ്മയോട്, അമ്മ എനിക്ക് എല്ലാ വശ്യമായിരിക്കണേ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് വശ്യമായി തീരണേ, ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അമ്മയെ നിറവേറ്റി തരണേ, അമ്മയെ ഭദ്രകാളി അമ്മയെ നന്ദിയെന്ന് സന്തോഷത്തോടെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക കണ്ണടച്ച്. അതൊരു 15 സെക്കൻഡ് ചെയ്താൽ മതി. അല്പനേരം മതി, കൂടുതൽ നേരം ഇത് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഒരു 15 സെക്കൻഡ്, മിനിറ്റ് അല്ല 15 സെക്കൻഡ്. ഇച്ചിരി കൂടിപ്പോയാലും കുറഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം ഭദ്രകാളിയമ്മേ, അതിനുശേഷം ഈ ഹൃദയത്തിൽ തന്നെ വെള്ള നിറത്തിലുള്ള പ്രകാശം സങ്കല്പിക്കണം. എന്നിട്ട് ഭദ്രകാളിയമ്മ എനിക്ക് ധൈര്യം നൽകണേ, എനിക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണേ, അമ്മയുടെ സഹായം എപ്പോഴും ഉണ്ടാകണേ, അമ്മയെ നന്ദി എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞു ഒരു 15 സെക്കൻഡ് ധ്യാനിക്കുക. ആ പ്രകാശത്തിലോട്ട് അങ്ങ് മനസ്സ് ചെല്ലണം. അത് ഭദ്രകാളി അമ്മയാന്ന് ഉറപ്പിച്ച് ഈ വെള്ളപ്രകാശത്തിൽ ഭദ്രകാളി അമ്മയെ ധ്യാനിച്ചാൽ ധൈര്യം ഉറപ്പാണ്. കാരണം എനിക്ക് ഈ പല ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ പലതവണ പരാജയപ്പെട്ടവർ, വണ്ടി ഓടിക്കാൻ പേടിയുള്ളവർ, അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഗൾഫിലെ ഡ്രൈവിംഗ് ലൈസൻസിന് ടെസ്റ്റ് പലതവണ പരാജയപ്പെട്ടവർ, നാട്ടിൽ പരാജയപ്പെട്ടവർ, ഇങ്ങനെ ഗൾഫിലും നാട്ടിലും ഒക്കെ ഉള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ ഭദ്രകാളി അമ്മയെ വെള്ള പ്രകാശമായിട്ട് സങ്കല്പിച്ച് അമ്മയെ വിളിച്ചാൽ ധൈര്യം കിട്ടും. ധൈര്യം തരണേ നിങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടണം, അല്ലാതെ അപ്പോഴാണ് നിങ്ങൾക്ക് നല്ല ധൈര്യം കിട്ടും. അങ്ങനെ ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റുകൾ പാസ്സായവരും വണ്ടി ഓടിക്കാൻ ഭയമുള്ളവരും എല്ലാം നല്ല രീതിയിൽ അവർ ഇപ്പം ധൈര്യമുള്ളതായിട്ട് അവർക്ക് അനുഭവങ്ങൾ എന്നോട് പറയാറുണ്ട്. അപ്പം അത് ഒരു രഹസ്യവിദ്യയാണ്. ഇത് ഞാൻ പറഞ്ഞു കൊടുത്തുള്ള അനുഭവമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിനൊക്കെ ആണെങ്കിൽ ഞാനിത് വേറൊരു രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. വെള്ളപ്രകാശത്തിൽ പിരികമധ്യത്തിൽ അമ്മയെ സങ്കല്പിച്ച് പൊട്ടുപോലെ വെള്ളപ്രകാശത്തിൽ സങ്കല്പിച്ച് ഓം ഐങ് നമ, ഓം ഐങ് ങ, ഓം ഐങ് നമ എന്ന് വാഗുകൊണ്ട് ജപിക്കണം. കണ്ണടച്ച് ഓം ഐങ് നമ എന്ന് മനസ്സിൽ ജപിക്കുക. എന്നിട്ട് ധൈര്യം തരണേ അമ്മയെന്ന് പറയുക, വിജയം തരണേ എന്ന് പറയുക. അങ്ങനെ ചെയ്തവർക്കെല്ലാം വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പോട്ടെ, അതൊരു പ്രത്യേക രീതിയാണ്. അപ്പം ഇപ്പോഴാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഹൃദയത്തിൽ വെള്ളപ്രകാശത്തിൽ ഒരു മന്ത്രവും ജപിക്കേണ്ട. അമ്മ എനിക്ക് ധൈര്യം നൽകണേ ഭദ്രകാളി അമ്മേ, എനിക്ക് എല്ലാ കാര്യങ്ങളും വിജയം നൽകണേ. ധൈര്യം നൽകും, വിജയവും നൽകും. ഞാനതാ പറഞ്ഞു, ഞാനീ പറയുന്ന കാര്യങ്ങളിൽ വേറെ ആരും നിങ്ങൾക്ക് ഇത് വേറൊരിടത്തൊന്നും കിട്ടത്തില്ലെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാ. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാകും. ഈ വിദ്യകൾ എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞു തരത്തില്ല. പറഞ്ഞു തരണേ, ഇത് അറിയണം. ഇതൊക്കെ ആ ഈശ്വരൻ്റെ കയ്യിൽ നിന്ന് ഗുരുക്കന്മാർ അനുഗ്രഹം കൊണ്ടും കിട്ടുന്ന ജ്ഞാനമാണ്. എൻ്റെ കഴിവല്ല, എല്ലാം ഗുരുക്കന്മാർ അനുഗ്രഹമാണ്. അവരെനിക്ക് തരുന്ന, മനസ്സിൽ തരുന്ന ആ വിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നുള്ളതാണ്. അത് അവരുടെ കഴിവാണ്. അവർക്ക് നന്ദി പറയുക, അവരുടെ മഹത്വമാണ്. അതുകൊണ്ടാണ് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വേണ്ടവർ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള സത്യമായ വിദ്യകൾ വേറെ എവിടെ നിന്നോ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുകയില്ല. അപ്പം ഇനി നാലാമത് ഈ നല്ല ചുമന്ന പ്രകാശത്തിൽ ഭദ്രകാളി അമ്മയെ ഹൃദയത്തിൽ ധ്യാനിക്കുക. ചുവന്ന പ്രകാശം ധ്യാനിച്ചാൽ മതി. എന്നിട്ട് അത് ഭദ്രകാളി അമ്മയാണെന്ന് ഉറപ്പിച്ച് അമ്മ എനിക്ക് സമ്പത്ത് നൽകണേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരു 15 സെക്കൻഡ് അതിൽ ലയിച്ചിരിക്കുക. നിത്യേന രാവിലെ ഈ വിദ്യ കറുത്തവാവിൻ്റെ അന്ന് ചെയ്യണം. കറുത്തവാവാണ്. ഇങ്ങനെ കറുത്തവാവിൻ്റെ അന്ന് ഭദ്രകാളി അമ്മയെ വിളിച്ചാൽ അവരെ അമ്മ ലക്ഷപ്രഭുക്കളെ അല്ലെ കോടീശ്വരന്മാരെ അല്ലെ വലിയ സമ്പന്നന്മാരാക്കും എന്നുള്ളതാണ്. മാത്രമല്ല അവർക്ക് ശത്രുദോഷം ബാധിക്കത്തില്ല. അവർക്ക് ഒരു തരത്തിലുള്ള ഒരാളുടെയും മറ്റുള്ളവരുടെ ചെയ്തി ദോഷങ്ങൾ ബാധിക്കത്തില്ല, ശാപദോഷങ്ങൾ ബാധിക്കത്തില്ല, തടസ്സങ്ങൾ ഉണ്ടാകത്തില്ല. ഈ ഭദ്രകാളിയമ്മയെ വിളിക്കുന്നവർക്ക് പെടുമരണങ്ങളും അങ്ങനെ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. ശരിയായിട്ട് വിളിക്കുന്നവർ. കാരണം ഇപ്പം പലരും നമ്മൾ ഈ അശ്രദ്ധ കൊണ്ടൊക്കെ ഈ മരണത്തിൽ പെടുന്നവരുണ്ട്. അങ്ങനെയുള്ള ഈ ദുരിതങ്ങളെല്ലാം മാറ്റിത്തരും. നെഗറ്റീവ് എനർജികൾക്ക് നമ്മളെ സ്വാധീനിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ശരിയായി വിളിച്ചാൽ, ഞാനീ പറയുന്നത് നല്ല രീതിയിലുള്ള വിദ്യയാണ്. നമ്മുടെ മനസ്സുമല്ല, അമ്മയോട് ശുദ്ധമായ ഭക്തി വേണം, എന്നാലേ അത് ഫലമാകത്തുള്ളൂ. അല്ലെ, ഏത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം, സത്യസന്ധമായിട്ട് ചെയ്യണം, എങ്കിലേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ വെറുതെ യാന്ത്രികമായപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാകണമെന്നില്ല. അപ്പം ഇങ്ങനെ ഭദ്രകാളിയമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ
കർമ്മദോഷങ്ങൾ മാറിക്കിട്ടും. ഈ കറുത്ത പ്രകാശത്തിൽ ആദ്യം ധ്യാനിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ കർമ്മദോഷം മാറ്റും. പിന്നെ നമ്മൾ ധ്യാനിക്കുന്ന നീലപ്രകാശത്തിലാണ്. അത് അപാരമായ വശ്യമാണ്. നീലപ്രകാശത്തിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. പ്രപഞ്ചബോധവുമായി ബന്ധപ്പെട്ടതാണ് നീലപ്രകാശം. ഇപ്പൊ പ്രപഞ്ചത്തിലെ ഏതോ നിങ്ങളിലേക്ക് അനുകൂലമായിട്ട് വരും. ഈ നമുക്ക് പലപ്പോഴും ഈ തട്ടിപ്പുകാരിലേക്കും വെട്ടിപ്പുകാരിലേക്കും ഓരോരുത്തർ ചെന്ന് ചാടുന്നത് അവർക്ക് പ്രപഞ്ചത്തിൽ നിന്നുള്ള ആ ഒരു ദൈവ ഒരു നല്ല രീതിയിലുള്ള ഒരു ഈശ്വരാധീനത്തിന് കുറവുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഈശ്വരീയമായ നല്ല ഒരു ബോധം നമ്മളിൽ ഉണ്ടായി കഴിയുമ്പം നമ്മളെ പലർക്കും പറ്റിക്കാൻ പറ്റത്തില്ല. അല്ലെ തട്ടിപ്പുകാർ നമ്മുടെ അയൽവക്കത്ത് പോലും വരത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതാണ് അതിന്റെ ഒരു രഹസ്യം. പിന്നെ വെള്ളപ്രകാശമായിട്ട് രൂപമല്ല, ഇതെല്ലാം പ്രകാശഗോളങ്ങളായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ഹൃദയത്തിൽ കണ്ണടച്ചുകൊണ്ട് മനസ്സിലാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു തവണ മാത്രം വാഗൊണ്ട് മന്ത്രം ജപിച്ചാൽ മതി, ആദ്യം കറുത്ത പ്രകാശത്തിൽ ധ്യാനിക്കുമ്പോൾ. അപ്പം ഈ വെള്ളപ്രകാശത്തിൽ അമ്മയെ ധ്യാനിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ ചില തടസ്സങ്ങൾ മാറിപ്പോകും. നമുക്ക് ധൈര്യം വേണമെന്ന് പറയണം അമ്മയോട്, കേട്ടോ. അപ്പം ധൈര്യം കിട്ടും. പിന്നെ വിജയം വേണം, അല്ലെ അമ്മയോട് ആവശ്യപ്പെടണം. നിങ്ങൾ ഭദ്രകാളിയോട് ആവശ്യപ്പെടണം. അതാ ഭദ്രകാളിയുടെ ഒരു പ്രധാന രഹസ്യം. അമ്മയോട് നിങ്ങൾ ആവശ്യപ്പെടണം, അമ്മ തരും. അതാണ് അതിൻ്റെ ഒരു പ്രധാന രഹസ്യം. അപ്പം ഭദ്രകാളിയമ്മയോട് ആവശ്യപ്പെടുക. പിന്നെ അവസാനം നമ്മൾ പറഞ്ഞു ചുമന്ന പ്രകാശം, നല്ല കടും ചുമപ്പ്. ആ പ്രകാശത്തിൽ അമ്മയോട് സമ്പത്ത് ആവശ്യപ്പെട്ടാൽ അമ്മ സമ്പത്ത് നൽകും, ഒരു സംശയവും വേണ്ട. ഇനിയും ഈ കർത്തവാവിൻ്റെ അന്ന് നിങ്ങൾ ഈ പറ്റുന്ന പോലെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം നിങ്ങളുടെ ഉള്ള പോലെ നിങ്ങൾക്ക് വലിയ പൈസ കിട്ടിയിട്ട് ദാനധർമ്മം ചെയ്യുന്നതല്ല യഥാർത്ഥ ദാനധർമ്മം. നിങ്ങളിപ്പോൾ ഏതൊരവസ്ഥയിലാണോ അവിടെ നിന്നുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ, ഒരുത്തിന് ഒരു വിശക്കുന്നെന്നും പറഞ്ഞ് ഒരുത്തം വന്ന് അവനൊരു 2 ദോശയെ മേടിച്ചു കൊടുക്കാൻ പറ്റുള്ളെങ്കിൽ അത് പൂർണ്ണ മനസ്സോടെ ചെയ്താൽ ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യണം. എൻ്റെ കഴിവാന്ന് വിചാരിക്കരുത്, ഈശ്വരൻ്റെ കഴിവാണ്. അങ്ങനെ ചെയ്താൽ അത് ശ്രേഷ്ഠമായ ദാനമാണ്. അല്ലാതെ എനിക്ക് കോടികൾ വന്നിട്ട് ദാനം ചെയ്യാന്ന് വിചാരിക്കുന്ന അല്ല ദാനം, കേട്ടോ. അതെപ്പോഴും മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളെ കൂടെ പറ്റുന്ന പോലെ കർത്തവാവിൻ്റെ അന്ന് ദാനധർമ്മങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക. നമുക്ക് ഒരാൾക്ക് ഒരു ദാനധർമ്മങ്ങൾ എന്ന് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ കർത്തവാവിൻ്റെ അന്ന് കൂടി ചെയ്യണം. പിന്നെ അന്ന് കഴിവത് ഉച്ചയുറക്കം പാടില്ല. ഇപ്പൊ രാവിലെ കിടക്കപ്പായിരുന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് പറഞ്ഞു. പറ്റുന്നവര് ഇത് കർത്തവാവിന്റെ തലേ ദിവസവും കർത്തവാവിന്റെ അന്നും ഈ രഹസ്യവിദ്യ ചെയ്യണം, കിടക്കപ്പായിരുന്നുകൊണ്ട്. ഇതിന് ശുദ്ധി അശുദ്ധി ഒന്നുമില്ല. പിന്നെ കർത്തവാവിന്റെ അന്നും തലേന്നും പറ്റുവാണെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ പോവുക. അമ്മയ്ക്കൊരു കടുംബായുസം, ഭാഗ്യസ്വക്ത പുഷ്പാഞ്ജലി, ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല, അല്പം നെയ്യ് സമർപ്പിക്കുക, സാമ്പത്തികം ആവശ്യപ്പെടുക. ഈ ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല സമർപ്പിച്ചാൽ ശത്രുദോഷം പമ്പ കടക്കും. നെയ്യ് സമ്പത്തിന് വേണ്ടിയാ. കടുംബായുസം അമ്മയുടെ ഇഷ്ട നിവേദ്യമാണ്. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം കടന്നു വരും. കടുംബായുസം കൂടെ അമ്മയ്ക്ക് നമ്മൾക്ക് അമ്മയുടെ പ്രീതി പെട്ടെന്ന് കിട്ടും. കടുംബായുസം കൂടെ ചെയ്യുമ്പോൾ, ഇഷ്ട നിവേദ്യം ചെയ്യുമ്പോൾ. അതാണ് അതിന്റെ രഹസ്യം. ഇത് രാവിലെ ചെയ്യുക. കർത്തവാവിന്റെ അന്ന് തലേ ദിവസവും നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. ഇനിയിപ്പം കർത്തവാവിന്റെ അന്ന് തലേദിവസം പറ്റിയില്ല, കർത്തവാവിന്റെ അന്നെങ്കിലും ചെയ്യുക. തലേദിവസവും ചെയ്യുന്നതിന് പ്രാധാന്യമുണ്ട്, കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടും എന്നുള്ളതാണ്. അപ്പം തലേദിവസവും കർത്തവാവിന്റെ തലേദിവസവും ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. പറ്റുന്ന പോലെ ചെയ്താൽ മതിയെന്നേ. നമ്മൾക്ക് പിന്നെ ആളുകൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ ആരെയും ദുഷിക്കാതിരിക്കുക. കർത്തവാവിൻ്റെ അന്നും കർത്തവാവിൻ്റെ തലേന്നും 2 ദിവസവും പ്രാധാന്യമുള്ളത്, കേട്ടോ. ആരെയും ദുഷിക്കാതിരിക്കുക. പൊങ്ങച്ചം പറയുക, ഞാൻ വലിയ സംഭവം അതാ ഇതാ. അതൊക്കെ നമ്മുടെ ഈശ്വരീയ ബോധമല്ല. അതുപോലെ മറ്റുള്ളവരെ കളിയാക്കുക, മറ്റുള്ളവരുടെ പാര വെക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. പിന്നെ മറ്റുള്ളവരെ കുറിച്ച് നുണ പറയുക. അതുപോലെ ചിലപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് ചിലപ്പം കാര്യമുള്ള കാര്യമായിരിക്കും, പക്ഷേ എങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് വിമർശിക്കേണ്ട കാര്യമില്ല. നുണയും പറയരുത്, വിമർശിക്കേണ്ട കാര്യമില്ല. എന്തിനാ അവരതുവഴി പോയി, ഇതുവഴി പോയി, അപ്പുറത്തെ ചെറുക്കൻ അതുവഴി പോയി, ഇപ്പുറത്തെ പെണ്ണ് ഇതുവഴി പോയി, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്കതൊന്നും പറയേണ്ട കാര്യം. നമ്മൾ നമ്മുടെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക, അത്രേ ഉള്ളൂ. ഇപ്പം കർത്തവാവിൻ്റെ തലേന്നും കർത്തവാവിൻ്റെ അന്നും ഇത് ശ്രദ്ധിക്കണം. പല ആളുകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ, കൂടുതലും സ്ത്രീകളെ കണ്ടിരിക്കുന്നെങ്കിലും പുരുഷന്മാരും ഉണ്ട്. ഈ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിരുന്ന് മറ്റുള്ളവരെ കുറ്റം പറയുക, അല്ലെങ്കിൽ റോഡിൽ കൂടെ ആരെങ്കിലും പോയി അവരെ വീട്ടിൽ വിളിച്ചു വരുത്തി അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുക. ഇതൊക്കെ കർമ്മദോഷം വരുത്തി വെക്കും, സംശയം വേണ്ട. ഇതിന് ആവശ്യമില്ലാതെ വല്ലവരുടെയും കർമ്മദോഷം കൂടെ നമ്മൾ ചുമക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പണിയില്ലെങ്കിൽ ഇരുന്ന് നാരായണായ ജപിക്കുക, ഓം നമോ നാരായണ, അല്ലെ ഈശ്വരനെ ശിവശിവ ജപിക്കുക, അല്ലെ ഈശ്വരനെ വിളിക്കുക. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യുക. ചുമ്മാ ആളുകളെ വീട്ടിൽ വിളിച്ചിരുത്തി വർത്താനം പറയുക, എന്നിട്ട് കുറ്റങ്ങൾ പറയുക, അല്ലെ വിമർശിക്കുക. ഇതൊന്നും ഒരു ആവശ്യമില്ല. അല്ലെ ഒരു നിവർത്തിയില്ല, അടുത്ത വീട്ടിലേക്ക് പോവുക. ഇതൊന്നും പറ്റിയില്ല, നേരെ അടുത്ത വീട്ടിലേക്ക് അങ്ങ് പോയേക്കുക. അവിടെ ഇരുന്ന് മറ്റുള്ളവരെ കുറ്റം പറയാം, നുണ പറയാം. ഇതൊരു സന്തോഷം, അവിടെ അത് ആസ്വദിക്കുക. പക്ഷെ അതെല്ലാം കർമ്മദോഷം വരുത്തി വെക്കും.
നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് പ്രാർത്ഥന ചെയ്താലും, ഏത് ക്ഷേത്രത്തിൽ പോയാലും, വഴിപാട് ചെയ്താലും എങ്ങനെ ഫലം കിട്ടാനാ? ഫലം കിട്ടാൻ അത് താമസം ഉണ്ടാക്കും. ദിവസവും ക്ഷേത്രത്തിൽ പൊക്കോളുക, ഒരു ഫലവും കിട്ടത്തില്ല. ആദ്യം പ്രവൃത്തി നന്നായിരിക്കണം, മനസ്സ് നന്നായിരിക്കണം, എങ്കിലേ നമ്മൾ ചെയ്യുന്ന അത് ഫലം കിട്ടത്തുള്ളൂ. ഇപ്പം ഒരു കൃഷിയിടം ആയിക്കോട്ടെ, ആ കൃഷിയിടം ഒരു തരിശു ഭൂമിയാണെങ്കിൽ അവിടെ വിത്ത് പാകിയാൽ അത് കിളുക്കത്തില്ല. അത് ഉഴുത് മറിച്ച് കഴിയുമ്പോഴേ അവിടെ വിത്ത് പാകിയാൽ അത് കിളുക്കത്തുള്ളൂ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഉഴുത് മറിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ആ ആ അടി കിടക്കുന്ന മണ്ണ് വേളി വരിക എന്ന് പറഞ്ഞ പോലെ, നമ്മുടെ മനസ്സിന്റെ ആ ഉള്ളിലുള്ള ആ ശുദ്ധത നമ്മളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴേ ആ ഫലം കിട്ടത്തുള്ളൂ. അല്ലാതെ മനസ്സിൽ മറ്റ് പ്രവൃത്തി ദോഷം കൊണ്ട് നമ്മൾ എന്ത് വഴിപാട് ചെയ്താലും, എന്ത് പ്രാർത്ഥന ചെയ്താലും അത് പെട്ടെന്ന് ഫലം കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഫലം കിട്ടാൻ വേണ്ടി ഇത്രയും പറഞ്ഞു തരുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വഴിപാട് ചെയ്തെന്ന് പറഞ്ഞിട്ടോ, ഒരു പ്രാർത്ഥന ചൊല്ലിയെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്താലേ ഫലം കിട്ടത്തുള്ളൂ. അങ്ങനെ ചെയ്തവർക്ക് ഫലവും കിട്ടാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനിയും ഈ കർത്തവാവിൻ്റെ അന്ന് മൗനം പാലിക്കുന്നത് നല്ലതാണ്. പറ്റുന്ന പോലെ അല്പനേരം മൗനത്തിൽ ഇരിക്കുക, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അത് ഏറ്റവും നല്ലതാണ്. ഈ മൗനത്തിന് ഒരുപാട് ശക്തിയുണ്ട് കേട്ടോ. മൗനം ഈശ്വരന്റെ ഭാഷയാണ്. മൗനം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന നമ്മുടെ ഭാഷയാണ് മൗനം. മൗനത്തിന് ഒരുപാട് പവറാണ്. പ്രത്യേകിച്ച് കർത്തവാവിൻ്റെ അന്നത്തെ മൗനം നമ്മളിൽ ഈശ്വരീയത ഉണർത്തും, നമ്മളിൽ ആന്തരിക ശുദ്ധി ഉണർത്തും. പറ്റുന്ന പോലെ ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ വീട്ടിൽ അവധി എടുത്തിരുന്ന് മൗനത്തിൽ ഇരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളവൻ്റെ ജോലി ചെയ്യാം. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൗനത്തിൽ ഇരിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കർത്തവാവിൻ്റെ അന്ന് ഭദ്രകാളി അമ്മയ്ക്ക് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ രാവിലെ വൈകുന്നപാട് ഒരു സെറ്റ് മുണ്ടുകൂടെ കൊടുക്കുക. അമ്മയ്ക്ക് പറ്റുന്ന പോലെ ചെയ്യുക. പെട്ടെന്ന് പിതൃപ്രീതി ഉണ്ടായി വരും, സംശയം വേണ്ട. പിന്നെ ക്ഷേത്രത്തിൽ കുളമുണ്ടെങ്കിൽ മലരുകൊണ്ട് മീനൂട്ടൂടെ ചെയ്യുക. വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പിതൃപ്രീതി ഉണ്ടായി വരും. അപ്പോൾ അമ്മയ്ക്ക് സെറ്റ് മുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നാണ് പിതൃപ്രീതി ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം ഉണ്ടാകും. പറ്റുവാണെങ്കിൽ കർത്തവാവിൻ്റെ അന്ന് രാവിലെ ചെയ്യുക, അല്ലെ തലേദിവസം രാവിലെ ചെയ്യാം, അല്ലെ കർത്തവാവിൻ്റെ അന്ന് വൈകിട്ട് ചെയ്യാം. അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങളുടെ മനസ്സ് നിറഞ്ഞങ്ങ് ചെയ്താൽ മതി. ഇത് സാധിക്കുന്ന പോലെ എല്ലാ കർത്തവാവിനും ഇപ്പോൾ സെറ്റ് മുണ്ട് കൊടുക്കണമെന്നില്ല. എല്ലാ കർത്തവാവിനും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം. സെറ്റ് മുണ്ട് ഒരു 3 മാസത്തിലോ 4 മാസത്തിലോ ഒരിക്കലും ആവർത്തിച്ചാൽ മതി, നല്ലതാണ്. ഇത് പിതൃപ്രീതി ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ മാറും, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും, വീട്ടിലെ കലഹങ്ങൾ മാറും, ജീവിതത്തിൽ പുതിയ തൊഴിൽ മാർഗങ്ങൾ, പുതിയ വഴികൾ കണ്ടെത്താൻ പറ്റും, പുതിയ ഉയർച്ചകൾ ഉണ്ടാകും, ജീവിതത്തിൽ ഒരുപാട് പുതിയ മാറ്റങ്ങൾ ഉണ്ടായി വരും. പിതൃപ്രീതി ഇല്ലാതെ വരുമ്പോഴാണ് ചിലപ്പോൾ വീട്ടിൽ മംഗളകാര്യങ്ങൾ, വിവാഹങ്ങൾ നടക്കാതെ വരിക, അതുപോലെ വിവാഹം കഴിച്ചാലും ഡൈവോഴ്സ് ആകുക, അതുപോലെ മക്കളൊക്കെ ഇങ്ങോട്ട് വിളിച്ചാൽ നേരെ അങ്ങോട്ട് പോകുന്ന മക്കളെ, പിന്നെ ഭർത്താവ് ഒരു വഴി, ഭാര്യ ഒരു വഴി, എപ്പോഴും കലഹം, എന്ത് തൊഴിൽ അതിന് രക്ഷപ്പെടാതിരിക്കുക. ഇതൊക്കെ പിതൃപ്രീതി ഇല്ലാതെ വരുമ്പോൾ ഉള്ള കുഴപ്പങ്ങളാണ്. അപ്പോൾ ഭദ്രകാളിയമ്മയ്ക്ക് സെറ്റുമുണ്ട്. കർത്തവാവിൻ്റെ അന്ന് രാവിലെയോ വൈകിട്ടോ, കർത്തവാവിൻ്റെ തലേന്ന് രാവിലെയോ വൈകിട്ടോ, എങ്ങനെ വേണേലും നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്ന് സമർപ്പിക്കുക. ഇതൊരു 3-4 മാസത്തിലെ 1 വീതം കർത്തവാവിന് വീതം ചെയ്താൽ മതി. പിന്നെ കർത്തവാവ് തോറും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. രാവിലെ കിടക്കപ്പായിരുന്നുള്ള ധ്യാനവും, പിന്നെ കർത്തവാവിൻ്റെ അന്നും തലേന്നും രാവിലെ കിടക്കപ്പായിരുന്നുള്ള ധ്യാനവും, ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന കാര്യവും എല്ലാ മാസവും ചെയ്യാം. അതിൻ്റെ അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ ചെയ്യുക. ചെയ്യുന്ന വിശ്വാസത്തോടുകൂടി ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി വരും. സാമ്പത്തികത്തിന് നമ്മളിലോട്ട് വരും. അതിനുള്ള വഴികൾ നമ്മളിലോട്ട് വരും. എന്ന് വെച്ചാൽ വീട്ടിൽ വെറുതെ ഇരുന്ന സാമ്പത്തികം വരുമെന്നല്ല. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവം എല്ലാ പക്ഷികൾക്കും ആഹാരം കൊടുക്കാറുണ്ട്, ഒന്നിനെ വായിക്കൊണ്ട് വെച്ച് കൊടുക്കാറില്ല. അത് ചെയ്യാനുള്ള ബുദ്ധിയാണ് കൊടുക്കുന്നത്. വായിക്കൊണ്ട് ദൈവം ആഹാരം വെച്ച് കൊടുക്കത്തില്ല. പക്ഷികൾക്ക് ആഹാരം കണ്ടെത്താനുള്ള ബുദ്ധി കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ നമുക്കതിനുള്ള വഴികൾ ഈശ്വരൻ തരും. നമ്മൾ ഈശ്വരാജ്യത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മളാണ്. ഇത് നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ വലിയ ഗുണമുണ്ടാകുന്ന കാര്യമാണ്. ഇത് അച്ചട്ടായിട്ട് നിങ്ങളുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്. അതായത് ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ വീട് രക്ഷപ്പെടും, വീട്ടിലെ ഗ്രഹനാഥ, പിന്നെ മക്കളെ എല്ലാം രക്ഷപ്പെടും. അവിടെ ഈ പിതൃപ്രീതി ഉണ്ടാകുമ്പോൾ പെടുമരണങ്ങളെ, അത്യാപത്തുകളൊക്കെ മാറി നിൽക്കും. മാത്രമല്ല ഭദ്രകാളിയുടെ മുന്നിൽ എല്ലാം നെഗറ്റീവ് മാറി നിൽക്കും. നെഗറ്റീവ് എനർജികളും, ശത്രുദോഷമായിക്കോട്ടെ, ആഭിചാരദോഷമായി, അല്ലെ ഏത് തരത്തിലുള്ള പ്രവൃത്തി ദോഷമായിക്കോട്ടെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾക്കെതിരെ ചെയ്യുന്ന ആളുകളുടെ പ്രവൃത്തി, നമുക്കെതിരെ വരുന്ന ദുഷ്ടപ്രവൃത്തികൾ എന്തായിക്കോട്ടെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം മാറിപ്പോകുന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇത് നിങ്ങളെല്ലാം കർത്തവാവിൻ്റെ അന്നും കർത്തവാവിൻ്റെ തലേന്നും ചെയ്യുക. പിന്നെ ദിവസവും ഇത് ചെയ്യുക, ഈ ധ്യാനവും തെറ്റില്ല. പക്ഷെ കർത്തവാവിൻ്റെ അന്നും കർത്തവാവിൻ്റെ തലേന്നും ഇത് ചെയ്തിരിക്കണം. ഈ രഹസ്യവിദ്യ അമ്മ ഈ 4 പ്രകാശത്തിൽ ഹൃദയത്തിൽ ധ്യാനിക്കുന്ന വിദ്യ, ഇത് കണ്ണടച്ചുകൊണ്ടാണ് ധ്യാനിക്കേണ്ടത്.
അപ്പോൾ ഇത് ഈ വിദ്യ ചെയ്തത് നിങ്ങൾ ഈ വിദ്യയെക്കുറിച്ച് ആരോടും പറയരുത്. കഴിവത് ഈ വിദ്യ നിങ്ങൾ ചെയ്യുന്ന മറ്റുള്ളവരെ അറിയുകയും ചെയ്യരുത്. ഇനി അറിയുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും അറിയാതിരിക്കുമ്പോൾ അതിന് പ്രത്യേക ശക്തിയുണ്ട്. ഈ വിദ്യ നിങ്ങളെ രക്ഷപ്പെടുത്തും, സംരക്ഷിക്കും, അപാരമായ വശ്യം നൽകും. ഏത് കാര്യവും നേടിയെടുക്കാൻ, നിങ്ങളുടെ കടബാധ്യതകൾ മാറുവാനും, വലിയ സമ്പത്തുണ്ടാകാനും, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ ഉണ്ടാകാനും നിങ്ങൾക്കൊരു പ്രത്യേക ശക്തി കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, എനിക്കൊരു പ്രത്യേക ഒരു ശക്തിയോ ഈ അമ്മ തരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ആരോടും പറയണ്ട, നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. അത്ഭുതകരമായ ദിവ്യശക്തി അമ്മ നൽകും നിങ്ങൾക്ക്. സത്യസന്ധമായ വിദ്യയാണത്. പിന്നെ നിങ്ങൾ പറ്റുന്ന പോലെ ദാനധർമ്മങ്ങൾ കേട്ടോ. ഈ നമുക്ക് മാത്രം ആഹാരം കഴിക്കുക, നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതിനകത്ത് ഒരു കാര്യമില്ല. പറ്റുന്ന പോലെ ദാനധർമ്മങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, പിന്നെ പക്ഷിമൃഗാദികളെ സ്നേഹിക്കുക, അവർക്ക് ആഹാരം കൊടുക്കുക. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഈ കുറച്ച് റസ്ക് ഒക്കെ മേടിച്ചു കൊടുക്കും, അത് എന്നിട്ട് കാക്കയ്ക്ക് ഇട്ട് കൊടുക്കും. എല്ലാ ദിവസവും കാക്ക വരും, അവര് സ്ഥിരമാണ്, 3-4-5 കാക്കകളുണ്ട്. അവരാ സമയത്തിന് വരും. ഞങ്ങളെ കണ്ടില്ലേ പോലും അവിടെ നിന്ന് ക്രോ 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 എന്ന് കരയും. ഞങ്ങളപ്പം വന്ന് കാക്കയ്ക്ക് ഇട്ട് കൊടുക്കും. കാക്ക അത് നമ്മുടെ വീട്ടിലുള്ള എന്ത് വേണേലും ഇട്ട് കൊടുക്കാം. റസ്കിന്റെ പൊടിയും നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും മാറ്റി വെച്ചിരിക്കും. അപ്പൊ ഈ കാക്കയ്ക്ക് ഇട്ട് കൊടുക്കും. അത് ദിവസവും വന്ന് ആ സമയമാകുമ്പോൾ അത് വരും. അതൊരു സന്തോഷമാണ്. നമ്മൾ ആഹാരം കഴിച്ചാൽ ആ സന്തോഷം കിട്ടത്തില്ല, നമ്മൾ എത്ര കഴിച്ചാലും ആ സന്തോഷം കിട്ടത്തില്ല. അത് ചെയ്യുന്നവർക്കറിയാം. അതുപോലെ ഏത് ജീവജാലങ്ങളാണേലും മരങ്ങളൊക്കെ ആണേലും അതിനെ നമ്മൾ സംരക്ഷിക്കുക, വെള്ളം ഒഴിക്കുക, ആവശ്യമില്ലാതെ വെട്ടിക്കളയാതിരിക്കുക. ആവശ്യമുണ്ടേ വെട്ടിക്കളയാം, ആവശ്യമില്ലാതെ വെട്ടിക്കളയാതിരിക്കുക. പട്ടി, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വഴിയെ വന്നപ്പോഴേ ഒരു പട്ടിയെ റോഡിൽ ഇങ്ങനെ കിടക്കുന്നു. ആരോ ഇടിച്ചിട്ടിട്ട് പോയതാണ്. അപ്പൊ ഇത് ഈ പാതിരായ്ക്കും വെളുപ്പിനെയൊക്കെ പോകുന്ന ആളുകളൊന്നും കാണത്തില്ല. അപ്പൊ ചില ദുഷ്ടന്മാരങ്ങ് ഇടിച്ചിട്ടിട്ട് പോകും. എന്തൊരു മഹാഭാവം! ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ ഈ ഭൂമിയിൽ അതുങ്ങൾക്ക് അവകാശമുണ്ട്. മനസ്സിലായില്ലേ? നിന്റെ കർമ്മം നിന്നെ പിന്തുടരും. നീ നല്ലത് മാത്രം ചെയ്യുക. ആര് ചെയ്തില്ലെങ്കിൽ ഈശ്വരൻ കാണുന്നുണ്ട്. ഒരിക്കലും തെറ്റ് ചെയ്യരുത്, ഒരു ജീവിയെ ഉപദ്രവിക്കരുത്. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ഈശ്വരനെ അറിയുക എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ പാമ്പ് കയറിയാൽ അതിനെ നമ്മൾ തൊഴുത് നിൽക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ വീട്ടിലൊരു പാമ്പ് കയറിയാൽ നമുക്കത് ഉപദ്രവമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഫോറസ്റ്റിൽ ഒക്കെ വിളിച്ച് അതിനെ നീക്കം ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യണം. അവിടെ നമുക്ക് ദോഷകരമായ വരുന്ന കാര്യങ്ങൾ നമുക്ക് അതിനുചിതമായ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കണം കേട്ടോ. പാട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ഒരു കഥ പറയാറുണ്ടല്ലോ. അതായത് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറയും, ശിഷ്യന്മാരോട് പറഞ്ഞു എല്ലാത്തിലും ഈശ്വരനെ ദർശിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഒരു ശിഷ്യൻ ഒരു ദിവസം ഇങ്ങനെ വഴി കൂടെ പോകുന്ന സമയത്ത് ആന മതവിളകി വരിക. അപ്പൊ ഇവൻ ആനയുടെ മുന്നേ നിന്ന് തൊഴുതിട്ട് പറഞ്ഞ്, എല്ലാത്തിലും ഈശ്വരനുണ്ടെന്ന് എൻ്റെ ഗുരു പറഞ്ഞ്, അതുകൊണ്ട് ആനയുടെ മുന്നിൽ ഞാൻ തൊഴുതു നിൽക്കുന്നു. ഞാൻ ഇവനെ ചുറ്റി കൂട്ടിയെടുത്ത് ഒരൊറ്റ ഏറെറിഞ്ഞു. ഇവന്റെ കൈയും കാലും എല്ലാം ആശുപത്രി കിടന്നപ്പം ഗുരു ഇവനെ കാണാൻ ചെന്നു. അപ്പം ഗുരുവിനോട് പറഞ്ഞു, ഗുരു, ഞാൻ അങ്ങ് എല്ലാത്തിലും ഈശ്വരനെ ദർശിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെ അങ്ങ് തൊഴുതു നിന്നപ്പോൾ എന്നെ ആന എടുത്ത് തൂത്തെറിഞ്ഞു. അങ്ങ് കാരണമല്ല എനിക്ക് അവസ്ഥ വന്നെന്ന് പറഞ്ഞപ്പം ഗുരു ഇദ്ദേഹത്തോട് പറഞ്ഞു, എടാ അതിന്റെ മണ്ടയ്ക്കിരുന്ന ഒരുത്തൻ പാപ്പ നിന്നോട് പറഞ്ഞു മാറിയും കടാന്ന്. നീ അവനിലല്ല നീ ഈശ്വരനെ കാണാന്, ആനയെ മാത്രം ഈശ്വരനെ കണ്ടുള്ളൂ. പാപ്പാനിൽ നീ ഈശ്വരനെ കാണാൻ എന്താ? അവൻ പറഞ്ഞില്ല മാറി നിൽക്കാം. ആനയുടെ പുറത്തിരുന്നോണ്ട് പാപ്പാന് പറഞ്ഞില്ലായിരുന്നു നിന്നോട് മാറി നിൽക്കുക. ആ പാപ്പാനിൽ എന്തുവാ നീ ഈശ്വരനെ കാണാഞ്ഞത് എന്ന് പറഞ്ഞ പോലെ നമ്മളെപ്പോഴും യുക്തിയുക്താനുസരണം വേണം പ്രവർത്തിക്കാൻ കേട്ടോ. അതെപ്പോഴും ഏത് കാര്യത്തിനും ഒരു യുക്തിയുണ്ട്. ആ യുക്തി ഈശ്വരനാണ് കേട്ടോ. സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് വേണം ഏതും പ്രവർത്തിക്കാൻ. അപ്പോഴാണ് ബലം ഉണ്ടാകുന്നത്. പിന്നെ ഇന്നലെ ഞാൻ വീഡിയോക്കകത്ത് മകയിരം, അത്ത, ഉത്രാടം ഈ 3 നാളുകാരുടെ ഏത് പട്ടാണ് കൃഷ്ണന് വെക്കേണ്ടതെന്ന് പറയാൻ മറന്നുപോയി. സദയം ക്ഷമിക്കുക. ഒരുപാട് പേര് വാട്സപ്പിൽ ചോദിച്ചു, മനഃപൂർവ്വം അല്ല, മറന്നുപോയതാ. മകയിരം, അത്തം, ഉത്രാടം ഈ നാളുകാര് മഞ്ഞപ്പട്ടാണ് കൃഷ്ണന് വെച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഇന്നലത്തെ വീഡിയോയിലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലെ പറഞ്ഞ ഒരു കാര്യമാണത്. അപ്പൊ അത് പിന്നെ ഇപ്പൊ വീഡിയോ കാണുന്നവർക്കറിയാം, അവർക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്കറിയാം. അപ്പൊ അത് മനസ്സിലാക്കുക. മകയിരം, അത്തം, ഉത്രാടം ഈ നക്ഷത്രക്കാര് മഞ്ഞപ്പട്ട് കൃഷ്ണന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വെച്ച് അതേ തൊട്ടാണ് ക്ലെയിം എന്ന് മനസ്സിൽ ജപിച്ച് തൊട്ട് തൊഴുത് ഭഗവാനോട് സമ്പത്ത് പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. ഈ നമ്മുടെ ഞാനൊരു ഈ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോഴേ ഞാൻ
പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ചില ദേവതകൾ, ഈ ചില ക്ഷേത്രങ്ങളിൽ ആ ദേവതകൾക്ക് ചില വഴിപാടുകൾ വളരെ ഇഷ്ടമായിരിക്കും. എല്ലാ വഴിപാടും അല്ല, ചില വഴിപാട് വളരെ ഇഷ്ടമായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കി ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഫലപ്രാപ്തി ഉണ്ടാകും. ഇപ്പം പായിപ്പാട് പുത്തൻകാവിലമ്മയ്ക്കാണെങ്കിൽ അറുനാഴി പായസം വലിയ ഇഷ്ടമാണ്. അത് സ്ഥലം എത്രയോ ആളുകൾ സ്ഥലം വിറ്റു, സ്ഥലം വാങ്ങി, എന്തെല്ലാം കാര്യത്തിന് വേണ്ടി അമ്മയ്ക്ക് അറുനാഴി പായസം ഭക്തിയോടെ നേർന്നവർക്കൊക്കെ കാര്യം സാധിച്ചു കൊടുത്തിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളിലും ആ ദേവതയ്ക്ക് ഒരു ഇഷ്ട വഴിപാട് കാണും. അത് അത് നമ്മൾ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കണം. നമ്മളത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കണം. മനസ്സിലായി. പലർക്കും കൂടുതൽ കാര്യങ്ങൾ സാധിക്കുന്നത് ആ വഴിപാട് ചെയ്താൽ പെട്ടെന്ന് കാര്യം നടക്കും. ഞാനൊരു ദിവസം അപ്പം ഈ പായിപ്പാട് പുത്തൻകാവിലമ്പലത്തിൽ ഇന്നലെ എന്നെ ഒരാൾ ഇവിടെ വന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഓഫീസിലില്ലായിരുന്നു, വേറെ ആവശ്യത്തിന് വേണ്ടി ഓഫീസിൽ വന്നതാണ്. അപ്പോൾ അവർ കോഴിക്കോട് നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം പായിപ്പാട് പുത്തൻകാവിലമ്പലത്തിൽ വന്നപ്പം ആരണ്ടോട് വഴി ചോദിച്ചപ്പോൾ അവർ ഹരിപ്പാട് പായിപ്പാട് പറഞ്ഞു വിട്ടു. ആ പാവങ്ങൾ അവിടെ എല്ലാം കറങ്ങി ഇവിടെ വന്നു. അപ്പോൾ എൻ്റെ വാട്സപ്പിൽ ഞാൻ തിരക്കിലുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മെസ്സേജ് കണ്ട്. അപ്പോഴത്തേനും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കുക, പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ടെമ്പിൾ എന്ന് അടിച്ചു നോക്കുമ്പോൾ 0481 വരുന്ന ഒരു കോഡുള്ള ഫോൺ നമ്പറുണ്ട്. അത് വിളിച്ചിട്ട് നിങ്ങൾ പോവുക. നിങ്ങൾ ഈ ഓരോരുത്തരോടൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അറിയാൻ വയ്യാത്തതിലും ചിലർ തെറ്റിച്ച് വഴി പറഞ്ഞു തരും. അത് ഈ ശുദ്ധന്മാർ ദുഷ്ടന്മാർ ഫലം ചെയ്യുന്ന പോലെ അറിയാൻ വയ്യ എന്ന് പറയത്തില്ല, തെറ്റിച്ച് വഴി പറയുന്നവരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ പുത്തൻകാവ് അമ്പലം ഒരുപാടുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. ഞാൻ പറയുന്നത് ചങ്ങനാശ്ശേരിക്ക് അടുത്ത പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രമാണ്. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി, പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ടെമ്പിൾ. അപ്പം ലാൻഡ് നമ്പർ വരും. അതിനകത്ത് 0481 കോഡ് തുടങ്ങുന്നതാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത് വിളിക്കുക. ഒരു തവണ വിളിച്ച് കിട്ടിയില്ലെങ്കിലും പിന്നെയും വിളിക്കുക, തിരക്കാണ്, ചിലപ്പോൾ എടുക്കത്തില്ല. വിളിച്ച് നിങ്ങൾ വഴിയും റൂട്ടും ക്ലിയർ ചെയ്തിട്ട് വരിക. ഇനി ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം റൂട്ട്. കാരണം ഈ പലരും ഇങ്ങനെ വന്നിട്ട് വഴി തെറ്റി നടക്കുന്നുണ്ട്, അതുകൊണ്ട് പറയാം. അതായത് അവരൊക്കെ അവരുടെ പല കാര്യങ്ങളും സ്ഥലവും വീടും വിറ്റവരും ഒക്കെ വാങ്ങിയവരും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നവർ ദൂരെ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടി ഞാൻ ഒന്ന് വഴി പറയാം. ഇപ്പം 2 രീതി വരാം. ഒന്ന്, ചങ്ങനാശ്ശേരി വന്നിട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പെരുന്ന പ്രൈവറ്റ് സ്റ്റാൻഡ് വരിക. റെയിൽവേ സ്റ്റേഷനാണ് വരുന്നെങ്കിൽ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് പെരുന്ന പ്രൈവറ്റ് സ്റ്റാൻഡ് വരിക. പെരുന്ന പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് 4 കോടി പായിപ്പാട് ബസ്സുണ്ട്. അതേ കയറി ഒരു 6 കിലോമീറ്റർ അല്ലെ 7 കിലോമീറ്റർ പായിപ്പാട് പുത്തൻകാവ് അമ്പലത്തിനോട് നിർത്താൻ പറഞ്ഞ് അവർ നിർത്തും. 4 കോടി കഴിഞ്ഞ് 2ാമത്തെ ജംഗ്ഷനാണ്. റോഡ് സൈഡിൽ കുളമൊക്കെ ഉണ്ട്, ആരോട് ചോദിക്കേണ്ട. ഇനി തിരുവല്ല ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ, അതായത് തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ തിരുവല്ലായി വരിക. തിരുവല്ലായിൽ നിന്ന് ചങ്ങനാശ്ശേരിക്കും തിരുവല്ലായ്ക്കും ഇടയിൽ പെരുന്തുരുത്തി എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്. പെരുന്തുരുത്തി നിന്ന് 4 കോടിക്ക് ടേൺ ചെയ്ത് കയറാം. അത് 4 കോടി വന്നിട്ട് 2ാമത്തെ ജംഗ്ഷൻ പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം. ഇനി ഇതൊന്നും അറിയത്തില്ല, നിങ്ങൾ ആ നമ്പർ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ടെമ്പിളിൽ നിന്ന് അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ 0481 കോഡ് വരുന്ന ഒരു ലാൻഡ് നമ്പർ ഉണ്ട്, അതെടുത്തിട്ട് വിളിച്ച് ചോദിക്കുക. ഒരു തവണ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിലും വീണ്ടും വിളിച്ച് ചോദിച്ചിട്ട് റൂട്ട് ക്ലിയർ ചെയ്തിട്ട് വരിക. അല്ലെങ്കിൽ വെറുതെ നിങ്ങളിവിടെ വന്ന് പലരും തെറ്റിച്ചൊക്കെ വഴി പറഞ്ഞാൽ നിങ്ങളൊക്കെ പല വഴി അലഞ്ഞു നടക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഏത് കാര്യം അങ്ങനെ ചെയ്യാവുള്ളൂ. ഞാൻ എന്നാലാകുന്ന പോലെ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അത് നിങ്ങൾക്കൊരു എല്ലാവർക്കും ഒരു പ്രയോജനം ഉണ്ടാകട്ടെ. കാരണം പുത്തൻകാവിലമ്മയെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ തന്നെ അറുനാഴി പായസം അമ്മയ്ക്ക് എപ്പോഴും പറയാറുണ്ട്. ഒരുപാട് പേര് വീട് വിറ്റവരുണ്ട്, വീട് വാങ്ങിയവരുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എത്രയോ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അമ്മയ്ക്ക് അതുപോലെ ശക്തിയാണ്. അപ്പം പല ആളുകൾ ദൂരെ നിന്ന് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പിന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആകാൻ സൗകര്യമുണ്ട്, നമുക്ക് ടോയ്ലറ്റും കുളിക്കാനും ഒക്കെ സൗകര്യമുണ്ട്, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളും നല്ല ഇതുമാണ്. അവിടെ വന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നം തീരും. അമ്മയുടെ മുന്നിൽ നിന്ന് കഴിയുമ്പോൾ തന്നെ അമ്മയ്ക്ക് അതുപോലെ അമ്മ സാധിച്ചു തരാത്ത മറ്റൊരു ഒരു കാര്യമില്ല. എത്രയോ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നു. അപ്പം ഞാനത് നിങ്ങൾക്ക് പല ആളുകൾക്കും പ്രയോജനപ്പെടാൻ വേണ്ടിയാണ്. ഈ കുടുംബദേവതയ്ക്ക് ഞാൻ പറഞ്ഞിട്ട് കർപ്പൂരം തൊട്ട് കുടുംബദേവതയെ വിളിച്ചവർ പലർക്കും ആ കുടുംബക്ഷേത്രത്തിൽ എത്താൻ പറ്റിയിട്ടുണ്ട്. അതൊരു രഹസ്യവിദ്യയാണ്. നമ്മൾ കർപ്പൂരം തൊട്ട് എൻ്റെ അച്ഛൻ്റെ കുടുംബദേവതയെ പ്രണാമം എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ട കാര്യങ്ങൾ പ്രാർത്ഥിക്കുക. എൻ്റെ അമ്മയുടെ കുടുംബദേവതയെ 3 പ്രണാമം വാഗൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സിൽ പറഞ്ഞ് തൊട്ട് തൊഴുക കർപ്പൂരത്തെ രാവിലെയും വൈകിട്ടും. അങ്ങനെ ചെയ്തവർക്ക് യഥാർത്ഥത്തിലുള്ള കുടുംബക്ഷേത്രം അറിയാൻ വയ്യാത്തവർക്ക് യഥാർത്ഥത്തിലുള്ള കുടുംബക്ഷേത്രത്തിൽ എത്താൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. മനസ്സിലായില്ലേ? പിന്നെ
ഈ നമ്മുടെ വീഡിയോ കാണുന്ന വലിയ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ചെറിയ ചെറിയ സ്ഥാപനങ്ങളിൽ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സ്ഥാപനങ്ങളിൽ നിൽക്കുന്നവർക്ക് ഞാൻ പറഞ്ഞൊരു കൃഷ്ണവിദ്യ ചെയ്ത് സാലറി കൂടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ചെയ്യാം. കഴിഞ്ഞ ദിവസം ഒരാൾ മെസ്സേജ് ചെയ്തു, അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ എന്ന് ജഡതുകാലം മുന്നോട്ട് വെച്ച് ജഡതുമൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച മനസ്സ് ജപിച്ച് ഭഗവാനെ എനിക്ക് തൊഴിൽ ഉയർച്ച, സമ്പത്ത്, എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തി തരണേ ഭഗവാനെ നന്ദി എന്ന് പറഞ്ഞ് നമ്മൾ 2-3 സ്റ്റെപ്പ് വീണ്ടും വെച്ചിട്ട് ഇടതുകാലം വെച്ച് തൊഴിൽ ചെയ്യുന്ന ഓഫീസ് മുറിയിലേക്ക് കയറണം. അതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ്. ഇത് നിത്യേന ചെയ്താൽ പ്രമോഷനെ, അതുപോലെ സാമ്പത്തിക വർധനവ്, സാലറിയൊക്കെ പണ്ട് തൊട്ടേ ഒരുപാട് ആളുകളുടെ അനുഭവം ഞാൻ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാളുടെ അനുഭവം പറഞ്ഞ അതുകൊണ്ട് ഒന്നുകൂടെ ഓർപ്പിച്ചതേ ഉള്ളൂ. ആർക്കെങ്കിലും പ്രയോജനം ചെയ്യുന്നത് ചെയ്യട്ടെ. ഞാൻ കഴിഞ്ഞ ഒരു 1-2 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്രിയായോഗയുടെ ചില രഹസ്യങ്ങൾ. അതായത് ക്രിയായോഗയിലേക്ക് നിങ്ങളെ നയിക്കുന്നതിനുള്ള ചില വഴികൾ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളവർ കാണുക. അവധൂതന്മാരുടെ രഹസ്യം പറഞ്ഞിട്ടുണ്ട്. അവധൂതന്മാരുടെ അനുഗ്രഹം നിങ്ങൾക്ക് എങ്ങനെ കിട്ടും, അതിനുള്ള വഴികൾ. ഇതൊന്നും ആരും കണ്ടിട്ടില്ല. എന്നാൽ എല്ലാവരും എനിക്ക് വാട്സപ്പ് ചെയ്യുമ്പോൾ പറയുന്ന സാറേ ഞങ്ങൾ എല്ലാ വീഡിയോയും കാണുന്നതാണ്. എനിക്കറിയാം കള്ളത്തരമാണ്. എന്നോട് എന്തിനാണ് കള്ളത്തരം പറയുന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ പോലെ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് ഗുണം കിട്ടും. അത് ഇതുപോലുള്ള കാര്യങ്ങൾ വേറെങ്ങും കിട്ടത്തില്ല. ചെയ്തവരുടെ എല്ലാം ജീവിതം മാറിയിട്ടുണ്ട്. ഞാൻ ഇത്രയും വായലിച്ച് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് അത് ഗുണം കിട്ടിയിട്ടുള്ള കാര്യമാണ്. അത് ആവശ്യമുണ്ടെ പ്രയോജനപ്പെടുത്തുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോയാൽ ജീവിതം അതുപോലെ ആവുകയും ചെയ്യും. നല്ല കാര്യങ്ങൾ ഇത് ബുക്കിലൊക്കെ എഴുതി വെക്കുക. എഴുതി വെച്ച് നിങ്ങളുടെ തലമുറകൾ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഓരോ കാര്യത്തിന് പ്രയോജനപ്പെടുത്തുന്ന നല്ല കാര്യങ്ങളാണ്. ആവശ്യമുള്ള സമയത്ത് അത് പ്രയോഗിക്കുക. അതിനുവേണ്ടിയൊക്കെ പറഞ്ഞു തരുന്നത്. ഞാൻ പലപ്പോഴും ലോട്ടറി എടുക്കാറുണ്ട്. എനിക്കിടയ്ക്ക് അടിക്കാറുണ്ട്. 200 രൂപയൊക്കെ അടിക്കാറുള്ളത്. പക്ഷെ എങ്കിലും എനിക്ക് സന്തോഷമാണ്. ഞാൻ പറയാറുണ്ട് ഈശ്വര നന്ദി എന്ന് പറയാറുണ്ട്. കാരണം ചെറിയ കാര്യങ്ങൾ നമ്മൾ സന്തോഷിക്കാൻ പഠിക്കണം. അപ്പം വലിയ കാര്യങ്ങൾ പുറകെ വന്നോളും. രാവിലെ എഴുന്നേറ്റ് കിടക്കപ്പായി ഇരുന്നുകൊണ്ട് ഈശ്വരൻ എപ്പോഴും നന്ദി പറയാൻ പഠിക്കണം. ഈശ്വര നന്ദി, എല്ലാത്തിനും നന്ദി, ഞാൻ ഇരിക്കുന്നതിന് നന്ദി, നടക്കുന്നതിന് നന്ദി, ശ്വസിക്കുന്നതിന് നന്ദി, എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നതിന് നന്ദി. ഈശ്വര എല്ലാത്തിനും നന്ദി, ഞാൻ ജീവിച്ചിരിക്കുന്നതിന് നന്ദി, എനിക്ക് ഇതുവരെയുള്ള എല്ലാ സൗഭാഗ്യത്തിനും നന്ദി എന്ന് മനസ്സുകൊണ്ട് ഈശ്വരനോട് നന്ദി പറയണം. ഈശ്വരനോട് നമ്മൾ ഈ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് വരെ നമ്മൾ ഈശ്വരനോട് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നോളും. പലർക്കും പ്രാർത്ഥനകൾ ഫലം കിട്ടാത്തതിനൊരു കാര്യം, അവർക്ക് ഇപ്പം ഒരു വീട്ടിലെ ഒരു പയ്യന് ഒരു ജോലി കിട്ടി. പക്ഷെ അപ്പോഴായിരിക്കും അടുത്ത വീട്ടിലെ പയ്യന് ചിലപ്പോൾ അമേരിക്കയിൽ ഒരു ജോലി കിട്ടുന്നത്. പക്ഷേ ഈ സ്വന്തം വീട്ടിലെ പയ്യന് കിട്ടിയ ജോലി ചിലപ്പോൾ നാട്ടിലായിരിക്കും. പക്ഷേ അതിൽ സന്തോഷിക്കാതെ അടുത്ത വീട്ടിലെ പയ്യൻ അമേരിക്കയിൽ ജോലി കിട്ടിയത് വിഷമിക്കും പലരും. അതുകൊണ്ടാണ് ഈ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാത്ത കാര്യം. നമുക്ക് ഉണ്ടാകുന്ന ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കണം, ഈശ്വരന് നന്ദി പറയണം. അതുപോലെ നമ്മുടെ ചുറ്റും, നമ്മുടെ അടുത്ത വീട്ടിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ പലർക്കും പല ജോലിയും കിട്ടി നല്ല നിലയിൽ പോകുമ്പോൾ അതിലും സന്തോഷിക്കണം, അതിനും ഈശ്വരന് നന്ദി പറയണം. അപ്പോൾ നമ്മുടെ ജീവിതം മാറി തുടങ്ങും. ഇതൊരു രഹസ്യമാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയോ, കറക്റ്റ് അപ്ലൈ ചെയ്ത് നോക്കിയോ, അന്ന് മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. പ്രധാനമായിട്ടും ജീവിതത്തിൽ രക്ഷപ്പെടാത്തതിൻ്റെ കാര്യം ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കത്തില്ല. അതുപോലെ മറ്റുള്ളവരൊരു ഉയർച്ച ഉണ്ടായാലും അതിലും സന്തോഷിക്കത്തില്ല. ഈ 2 കുഴപ്പം കൊണ്ടാണ് ജീവിതത്തിൽ രക്ഷപ്പെടാത്തത്, പ്രാർത്ഥനകളും ഫലിക്കാത്തത്. കാരണം ഇത് 2 ഈശ്വരീയമായ അനുഗ്രഹം കിട്ടുന്ന കാര്യങ്ങളാണ്. നമ്മൾ സന്തോഷിക്കുക, നമ്മുടെ ചെറിയ വിജയങ്ങൾക്കും നന്ദി പറയുക, മറ്റുള്ളവരുടെ വിജയങ്ങൾക്കും ഈശ്വരനോട് സന്തോഷിച്ച് നന്ദി പറയുക. ഈ കാര്യങ്ങൾ ഇന്ന് മുതൽ ചെയ്യാൻ തുടങ്ങിക്കോ, ജീവിതം മാറിയിരിക്കും എന്നുള്ളതാണ്. ഞാൻ ഒരു ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ആ ക്ഷേത്രത്തിൽ കുറേ നെയ്വിളക്ക് കൊണ്ട് വെച്ചു. അപ്പോൾ ഒരാൾ ഒരു നെയ്വിളക്ക് കൊണ്ട് വെച്ച് ആ കൂട്ടത്തിൽ 2-3 നെയ്വിളക്കുണ്ട് അയാളുടെ. അപ്പോഴത്തേനും ഞാൻ ആ വ്യക്തിയുടെ വീട്ടിൽ ഒരാൾക്ക് അവിടെ വലിയ കഷ്ടകാലമാണ്. അവിടുത്തെ ഒരു ആളുടെ നക്ഷത്രം ഇനി പുണർന്ന നക്ഷത്രമാണ്. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഇവർക്ക് ശനികർമ്മയാണല്ലോ ഉള്ളത്. അപ്പം ഈ നെയ്വിളക്ക് മാത്രം ഭഗവാൻ ചെയ്താൽ വേണ്ട രീതിയിൽ മാറ്റം ഉണ്ടാകണമെന്നില്ലല്ലോ, ഭഗവാന് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ എന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങനെ നോക്കി തൊഴുതപ്പോൾ ഒരു കാക്ക വന്നിട്ട് കുറേ നെയ്വിളക്ക് ഇരിക്കുന്നതിനകത്തുനിന്നു ഞാനീ പറഞ്ഞ വ്യക്തിയുടെ മാത്രം നെയ്വിളക്കിലെ തിരിയെടുത്തുകൊണ്ട് പോയി. ഭഗവാൻ അതെനിക്ക് കാണിച്ചു തന്നാണ്. ഞാൻ വിചാരിച്ചത് ശരിയാണെന്നുള്ളത്. അവർക്ക് ശനിയുടെ പ്രശ്നമാണ്. ആ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഞാൻ പലപ്പോഴും നിങ്ങളോട് ഈ നക്ഷത്രങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇന്ന നക്ഷത്രങ്ങൾക്ക് ഇന്ന കർമ്മ എന്ന് പറയാറുണ്ട്. തമിഴ് സിദ്ധ ജ്യോതിഷം, DNA അസ്ട്രോളജി, പുണർദം, ചോതി, അവിട്ടം, ഈ നക്ഷത്രങ്ങൾ വരുന്നവർക്ക് ശനികർമ്മയാണ്. അപ്പം അതിന് ശനിക്ക് ചില കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ ഭഗവാൻ കൃഷ്ണന് നെയ്വിളക്ക് കൊടുക്കുന്നതോടൊപ്പം
ഭഗവാന് ചില കാര്യങ്ങളോട് ചെയ്യേണ്ടതായിട്ടുണ്ട്, പിന്നെ ഭദ്രകാളിക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, ശിവന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ലളിതമായ കാര്യങ്ങളേ ഉള്ളൂ. ഞാനിതൊക്കെ അവരോട് പലപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ അവർക്ക് അതൊന്നും ചെയ്യാനുള്ള മനസ്സുമില്ല. അത് അവർ വലിയ കാര്യമാക്കാറില്ല. അതുകൊണ്ട് ഇപ്പോഴും ആ അനുഭവമുണ്ട്. അപ്പം ഞാൻ ഈ നക്ഷത്രങ്ങളുടെ കാര്യം പറയുമ്പം കർമാസ് പറയും, പരിഹാരങ്ങൾ പറയും. അത് ചെയ്തോ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പം മൂലം, പൂരം, രേവതി, കാർത്തിക ഈ നക്ഷത്രക്കാര് ചൊവ്വാകർമ്മ എന്ന് പറയും അല്ലേ. അപ്പൊ ചൊവ്വാകർമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ വ്യാഴകർമ്മ ആടാകും. 2 കർമ്മ വരും കേട്ടോ. ചൊവ്വാകർമ്മ എന്ന് പറഞ്ഞാൽ വ്യാഴകർമ്മ. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കാനാണ് പറഞ്ഞത്. അതുപോലെ ഈ നക്ഷത്രങ്ങൾ പറഞ്ഞിട്ട് സൂര്യകർമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ വ്യാഴകർമ്മയും ഓട്ടോമാറ്റിക്കായിട്ട് ആടാകും. അത് ഈ തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ചുള്ള ആ കർമ്മ DNA അസ്ട്രോളജിയിലെ ചില രഹസ്യങ്ങളാണ്. അതുപോലെ ചന്ദ്രകർമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് വ്യാഴകർമ്മയുണ്ട്. സൂര്യകർമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെയും വ്യാഴകർമ്മയുണ്ട്. ചൊവ്വാകർമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെയും വ്യാഴകർമ്മയുണ്ട്. ബുധകർമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ശനികർമ്മയുണ്ട്. വ്യാഴകർമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ രാഹുകർമ്മയുണ്ട്. ശുക്രകർമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ചന്ദ്രകർമ്മയുണ്ട്. ശനികർമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ചൊവ്വാകർമ്മയുണ്ട്. രാഹുകർമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ചന്ദ്രകർമ്മയുണ്ട് കേട്ടോ. അങ്ങനെ 2 കർമ്മങ്ങളാണ് വരുന്നത്. ഓരോ നക്ഷത്രത്തിനും 2 കർമാസ് വരും. അപ്പൊ അത് നിങ്ങൾക്ക് സംശയം വരാതിരിക്കാനാ പറഞ്ഞു കേട്ടോ. ഇപ്പൊ ഇത് വീഡിയോ കാണുന്നവർക്ക് ഇതൊക്കെ ക്ലിയർ ആകും. വീഡിയോ കാണാതെ ചുമ്മാ അറ്റവും മൂലയൊക്കെ കണ്ടതൊന്നും മനസ്സിലാകത്തില്ല കേട്ടോ. പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഒരിക്കലും ഒരു സന്യാസി കുറെ ശിഷ്യന്മാരുമായിട്ട് നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു ചെറിയ ഒരു ജലാശയമുണ്ട്. അത് നടന്നു കയറാന്നുള്ളതേ ഉള്ളൂ. അപ്പോഴത്തേനും സുന്ദരിയായ ഒരു യുവതി സന്യാസിയോട് ചോദിച്ചു, എന്നെ ഒന്ന് അപ്പുറത്തേക്ക് കടത്താവോ? അപ്പോൾ സന്യാസി എന്നെ അടുത്ത് ആ യുവതിയെ എടുത്തുകൊണ്ട് ആ ജലാശയത്തിന് അപ്പുറത്ത് കടത്തി. എന്നിട്ട് പിന്നെ സന്യാസി അങ്ങ് മുന്നോട്ട് നടന്നു പോയി. ശിഷ്യന്മാരും പുറകെ പോയി. കുറെ ചെന്നപ്പോൾ ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരു അങ്ങ് എന്താണ് ഈ കാണിച്ചത്? അപ്പം ഗുരു പറഞ്ഞു, എടാ ഞാൻ ആ സ്ത്രീയെ പിന്നെ ജലാശയത്തിന് അപ്പുറം എത്തിച്ചു കഴിഞ്ഞപ്പോൾ അതെൻ്റെ മനസ്സിൽ നിന്ന് പോയി. എൻ്റെ മനസ്സിൽ അതില്ല. നീ ഇപ്പോഴും ആ ചിന്തയും മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണോ എന്ന് ചോദിച്ചു. അതിനകത്ത് വലിയൊരു അർത്ഥമുണ്ട്. നമ്മൾ പലപ്പോഴും കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഇപ്പോഴും ചുമന്നുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥനകളിൽ പൂർണ്ണമായിട്ട് മനസ്സ് ചെല്ലാത്തത്. അതുകൊണ്ട് കഴിഞ്ഞ കാലം എല്ലാം മറക്കുക, സന്തോഷമായിരിക്കുക. ആവശ്യത്തിന് വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇടയ്ക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ എപ്പോഴും കഴിഞ്ഞ കാലം ചിന്തിച്ചുകൊണ്ട് നടക്കരുത്. ഭാവിയെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്താൽ തെറ്റില്ല. നമ്മൾ ഈ നിമിഷത്തിൽ ശ്രദ്ധിക്കുക. പൂർണ്ണ ശ്രദ്ധയും ഈ നിമിഷത്തിൽ കൊടുക്കുക. ചെയ്യുന്ന വഴിപാടുകളിൽ, പ്രാർത്ഥനകളിൽ കൊടുക്കുക. സന്തോഷമായിരിക്കുക. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.